ഹലോ ഷെഫ്. ഹലോ ഹലോ ഷെഫ്. ഹലോ ഹായ്. ഹായ് ഹായ് ഹായ്. നമസ്കാരം ഷെഫ്. ഒരു ഫുഡ് ചലഞ്ചാണ്. യെസ്. സാധാരണ ഞങ്ങൾ പൈസ ഒക്കെ കൊടുക്കാറുണ്ട്, പക്ഷെ ഷെഫിന് പൈസ ഒന്നും ഇല്ല. പൈസ വേണം. സോറി, ഷെഫിന് ഒരു ആപ്പിൾ എടുത്താല് ഷെഫ് ആപ്പിൾ എടുത്തിട്ട് വയനാട്ടിൽ എത്ര വട്ടം വന്നിട്ടുണ്ടെന്ന് ഷെഫിന് പറയാൻ പറ്റുമോ? അയ്യോ, അത് പറയാൻ കൗണ്ട് പറയാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെ? ഒരു 3 വർഷം മുമ്പ് 2 തവണയായിരുന്നു. പക്ഷെ കഴിഞ്ഞ 3 വർഷം കൊണ്ട് എത്ര തവണ ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ ഷെഫ്, അന്ന് ഒരു ആപ്പിള് എടുക്കാം, അല്ലെങ്കിൽ മുന്തിരി എടുക്കാം ഷെഫിന്. ആപ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, താങ്ക് യു ഷെഫ്. അപ്പൊ വയനാടിനെ കുറിച്ച് ഷെഫിന്റെ അഭിപ്രായം എന്താണ്? വയനാടിനെ കുറിച്ച് എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞൊരു സ്ഥലമാണ്. നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു അഭിമാനം എന്ന് പറയാവുന്ന രീതിയിൽ നമുക്ക് ആരുടെടുത്തും ലോകത്ത് വരുന്ന ഒരാളുടെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലേ. പിന്നെ ആളുകൾ, എനിക്ക് സ്ഥലത്തിന്റെ ബ്യൂട്ടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. അതിനേക്കാളുപരി എനിക്ക് ഇവിടുത്തെ ജനങ്ങളുടെ അവരുടെ ആ നിഷ്കളങ്കമായ പെരുമാറ്റം, ആരെയൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വയനാട്ടിലുള്ളവരല്ല, ഇപ്പോൾ ഈ ഒരുപാട് ട്രാവൽ ചെയ്തിട്ട് വയനാട്ടിലുള്ളവർ അവിടെ വെച്ച് കാണാറുണ്ട്. അപ്പോൾ അവിടെ പോയി കാണുമ്പോഴും വയനാടുകാരുടെ ആ ഒരു ഇന്നസെൻസ്, അവരുടെ ഒരു സംസാരവും ഭാഷയും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ബ്യൂട്ടിയാണ് ദൈവം ഇവിടെ തന്നേക്കുന്നത് അല്ലേ. അത് ഏത് ചൂട് സമയത്ത് വന്നാൽ പോലും നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ 3 years കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്നൊരു സ്ഥലം വയനാടാണ്. അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടായത് ഒരു കാരണമാണ്, പക്ഷെ അതല്ലാണ്ടും പല വരേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സ്റ്റേ ചെയ്ത സ്ഥലവും വയനാടാണ്. കേരളത്തിൽ തോന്നുന്നത് ഏറ്റവും കൂടുതൽ. കാരണം ഇവിടെ വന്നാൽ മിനിമം 2 ദിവസം പോയി. സാധാരണ എല്ലായിടത്തും ഒരു ദിവസം പോയി അങ്ങനെ പോകുകയാണ്, യാത്രക്കാണ്. വയനാട് വരുമ്പോഴാണ് മിനിമം ഒരു 2 ദിവസം 3 ദിവസം ഇവിടെ നിന്നിട്ടല്ലേ പോകുള്ളൂ. അപ്പോൾ എത്രയോ ഒട്ടുമിക്ക റിസോർട്ടിലും പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്.